ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 16 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും അതുപോലെ തന്നെ ഇന്നലത്തെ വെബ്സൈറ്റുകൾ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ CAA പ്രകാരം ഇന്ത്യയിൽ 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയ കാര്യം. അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് CAA പ്രകാരം സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് 14 പേർക്കാണ് നൽകിയിട്ടുള്ളത്. ഇത് നൽകിയിട്ടുള്ളത് മെയ് 15 തീയതി ഇന്നലെയാണ്. യൂണിയൻ ഹോം മിനിസ്ട്രി ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. യൂണിയൻ ഹോം മിനിസ്ട്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അജയ് കുമാർ ഭല്ലയാണ് 14 പേർക്ക് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അജയ് കുമാർ ഭല്ല ഇദ്ദേഹം ഹോം മിനിസ്ട്രിയിലെ സെക്രട്ടറിയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ വന്നിട്ടുള്ള 2014 ഡിസംബർ 31 മുംബൈ വന്നിട്ടുള്ള ഇന്ത്യയിൽ കുടിയേറി പാർത്തവർക്കാണ് ആദ്യത്തെ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. നേരത്തെ 11 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന നോൺ മുസ്ലിംസിനാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത്. എന്നാൽ ഇതിന് കാലാവധി ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. 5 വർഷം മുകളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകാമെന്നുള്ള ഒരു നിയമം മാറ്റിയിട്ടുണ്ട്. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്ര. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഒളിമ്പ്യൻ താരമായിട്ടുള്ള നീരജ് ചോപ്ര. നീരജ് ചോപ്ര ആദ്യമായിട്ട്, അതായത് 3 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തു. ഫെഡറേഷൻ കപ്പ് എന്ന മത്സരത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഇതിൽ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കി. 4ാമത്തെ റൗണ്ടിൽ 82.27 മീറ്റർ എറിഞ്ഞുകൊണ്ട് DP മനുവിനെ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് നീരജ് ചോപ്ര സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് 2021 മാർച്ച് 17 നീരജ് ചോപ്ര ഇന്ത്യയിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അന്ന് 87.80 ആയിരുന്നു ദൂരം. അതായത് മെയ് 15 തീയതി പങ്കെടുത്തിട്ടുള്ള ഫെഡറേഷൻ കപ്പിൽ 82.27 മീറ്റർ മാത്രമേ നീരജ് ചോപ്രയ്ക്ക് എറിയാൻ കഴിഞ്ഞുള്ളൂ. റഷ്യയുടെ പുതിയ പ്രതിരോധ മന്ത്രി ആരാണ്? ആൻഡ്രി ബെലോസോവ. റഷ്യയുടെ ഇപ്പോഴത്തെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആൻഡ്രി ബെലോസോവ. 12 വർഷമായിട്ട് സെർജി ഷോയ്ഗു ആയിരുന്നു റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ. റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്നാൽ പ്രസിഡന്റ് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ സ്ഥാനമാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു സ്ഥാനം സെർജി ഷോയ്ഗുവിന് നഷ്ടപ്പെട്ടു. പകരം വന്നിട്ടുള്ളത് എക്കണോമിസ്റ്റും ടെക്നോക്രാറ്റും ആയിട്ടുള്ള ആൻഡ്രി ബെലോസോവ് ആണ്. ബെലോസോവ് ആണ് റഷ്യയുടെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ. പ്രധാനമായിട്ടും സെർജി ഷോയ്ഗു മാറ്റാൻ കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഉക്രൈൻ ആയിട്ടുള്ള യുദ്ധം, അതുമായി ബന്ധപ്പെട്ടാണ് സെർജി ഷോയ്ഗുക്ക് ഈ പ്രാവശ്യത്തെ 12 വർഷത്തിന് ശേഷം ഡിഫൻസ് മിനിസ്റ്റർ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 2024 നൽകി ആദരിച്ചത് ആരെയാണ്? ചന്ദ്രകാന്ത് സതീച്ച. ഗ്ലോബൽ എക്സലൻസ് അവാർഡ്, ഈ അവാർഡ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് ചന്ദ്രകാന്ത് സതീച്ച എന്ന വ്യക്തിക്കാണ്. ചന്ദ്രകാന്ത് സതീച്ച ഇദ്ദേഹം ഒരു അഡ്മിഷൻ കൺസൾട്ടന്റും കരിയർ കൗൺസിലറുമാണ്. 2024 ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ചന്ദ്രകാന്ത് സതീച്ച. ഇദ്ദേഹം ചന്ദ്ര അഡ്മിഷൻ കൺസൾട്ടന്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഒരു എഡ്യൂക്കേഷനിസ്റ്റുമാണ്. പാരീസിൽ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ IT കമ്പനി ഏതാണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസ്, TCS. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു IT കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ 7ാമത്തെ ഒരു ഫെസിലിറ്റി, TCSന്റെ ഒരു നെറ്റ്വർക്ക് ആണ് ഇപ്പോൾ പാരീസിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ആംസ്റ്റർഡാം, ലണ്ടൻ, ന്യൂയോർക്ക്, പിറ്റ്സ്ബർഗ്, ടൊറന്റോ, ടോക്കിയോ എന്നിവിടങ്ങളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ സേവനം, ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഓഫീസ് ഉണ്ട്. അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7ാമത്തെ സ്ഥലത്ത്, അതായത് പാരീസിലെ ലാ ഡിഫൻസ് ഏരിയയിലാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ പേസ്പോർട്ട് ആരംഭിക്കാൻ പോകുന്നത്. ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത് ചൂസ് ഫ്രാൻസ് ഉച്ചകോടിയിൽ വെച്ചാണ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുമ്പാകെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. ഇന്ത്യൻ എയർഫോഴ്സ് തദ്ദേശീയ മൊബൈൽ ഹോസ്പിറ്റൽ ബീഷ് ക്യൂബ എയർ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തത് എവിടെയാണ്? ആഗ്ര. ഇന്ത്യൻ എയർഫോഴ്സ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ഹോസ്പിറ്റൽ ആണ്, ഒരു മൊബൈൽ ഹോസ്പിറ്റൽ ആണ് ഭീഷ്മം. ഇതാദ്യമായിട്ട് എയർ ഡ്രോപ്പ് വഴി, അതായത് ഡ്രോണുകൾ വഴി ഇത് ഓരോ സ്ഥലങ്ങളിലേക്കും ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ക്യൂബ്സ് ആണ്. ഏതാണ്ട് 200 പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്യൂബ് സിസ്റ്റമാണ് ഭീഷ്മം.
ഇത് ആദ്യമായിട്ട് ഇപ്പോൾ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആഗ്രയിലാണ്. എത്രയും എമർജൻസി ആയിട്ടുള്ള വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഭീഷ്മം എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഹോസ്പിറ്റൽ. നാസ നിയമിച്ച ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ ആരാണ്? ഡേവിഡ് സൽവാഗിനിനി. ഡേവിഡ് സൽവാഗിനിനി നാസയുടെ ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ ആയിട്ട് നിയമിതനായി. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ്, അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന ലെവലിലുള്ള ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ. ഇത് ഡേവിഡ് സൽവാഗിനിയാണ്. സ്പേസ് ആയി ബന്ധപ്പെട്ട് നാസ നിരവധി AI ടൂൾസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഡാറ്റ അനാലിസിസിന് വേണ്ടിയും ബഹിരാകാശ പേടകങ്ങളും വിമാനങ്ങളെയും സ്വയം പിന്തുണയ്ക്കാൻ കഴിവുള്ള സിസ്റ്റംസ് വികസിപ്പിക്കുന്നതിലും നാസ വളരെയധികം മുന്നിലാണ് AI കാര്യത്തിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നാസ ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസറെ നിയമിച്ചു. ഇത് ഡേവിഡ് സൽവാഗിനിയാണ്. ആദ്യ 25 റാങ്കിങ്ങിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ ടേബിൾ ടെന്നീസ് താരം ആരാണ്? മനിക ബത്ര. ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ ടേബിൾ ടെന്നീസ് താരമാണ് മനിക ബത്ര. മനിക ബത്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ്, അതായത് ഇന്ന് ലോകത്ത് വേൾഡ് റാങ്കിങ്ങിൽ 25-നകത്ത് വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വനിതയാണ്. 24ാമത്തെ റാങ്ക് ആണ് ഇപ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ മനിക ബത്രയ്ക്കുള്ളത്. ഇതിനു മുമ്പ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ജി സത്യൻ ആണ് 5 വർഷം മുമ്പ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ റാങ്ക് 24 ഇപ്പോൾ മനിക് ബത്രയും ആദ്യത്തെ വുമൻ, അതുപോലെ തന്നെ ജി സത്യന്റെ ആ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുള്ള ഒരു വനിത കൂടി പറയുമ്പോൾ അത് മാനിക ബത്രയാണ്. സൗദിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് മാനിക് ബത്ര 25ാമത്തെ പൊസിഷന്റെ അകത്തെത്തിയിട്ടുള്ള ഇന്ത്യയിലെ ടേബിൾ ടെന്നീസ് താരം. ഇന്നലെ മെയ് 15 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, പരിമിത ഓവർ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചേർന്ന ഗാരി ക്രിസ്റ്റൻ ഏത് രാജ്യക്കാരനാണ്? ഇതിന്റെ ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കോച്ച് ആണ് ഗാരി ക്രിസ്റ്റൻ. ഇദ്ദേഹം T20 മത്സരത്തിന് വേണ്ടിയും ലിമിറ്റഡ് ഓവർ മത്സരത്തിന് വേണ്ടിയും പാകിസ്ഥാൻ നിയോഗിച്ചിട്ടുള്ള ഒരു കോച്ച് ആണ് ഗാരി ക്രിസ്റ്റൻ. ദക്ഷിണാഫ്രിക്കക്കാരനാണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 15 ഫെഡറേഷൻ കപ്പിന്റെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്ര. പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ CAA പ്രകാരം എത്ര പേർക്ക് കേന്ദ്ര പൗരത്വ സർട്ടിഫിക്കറ്റുകളുടെ ആദ്യ സെറ്റ് നൽകി? 14. റഷ്യയുടെ പുതിയ പ്രതിരോധ മന്ത്രി ആരാണ്? ആൻഡ്രി ബെലോസോവ. ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 2024 നൽകി ആദരിച്ചത് ആരെയാണ്? ചന്ദ്രകാന്ത് സതീജ. പാരീസിൽ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ IT കമ്പനി ഏതാണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യൻ എയർഫോഴ്സ് തദ്ദേശീയ മൊബൈൽ ഹോസ്പിറ്റൽ ഭീഷ്മം ക്യൂബ് എയർഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തത് എവിടെയാണ്? ആഗ്ര. നാസ നിയമിച്ച ആദ്യത്തെ ചീഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ ആരാണ്? ഡേവിഡ് സൽവാഗിനി. ആദ്യ 25 റാങ്കിങ്ങിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ ടേബിൾ ടെന്നീസ് താരം ആരാണ്? മനിക് ബത്ര. ഇന്ന് മെയ് 16 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, മിമാസ് ഇസ് എ സാറ്റലൈറ്റ് ഓഫ് വിച്ച് പ്ലാനറ്റ്? മിമാസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും വളരെയധികം സഹായിക്കുകയുള്ളൂ. അപ്പൊ ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.